സ്വാഗതം. അപ്പോൾ കുറേ നാളെ മച്ചന്മാർ നമ്മൾ കണ്ടിട്ട്. അപ്പം എന്നാൽ സ്കൂൾ പരീക്ഷയൊക്കെ ആയിരുന്നു, പരീക്ഷയൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ കഴിയാറായി. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ശരിക്കും എന്താ പറയുക, വീഡിയോസും കാര്യം ഇടാനുള്ള ടൈമും കാര്യങ്ങളും കിട്ടിയ നമ്മളെ വീട്ടിൽ തന്നെ ഒന്നും ഉണ്ടായില്ല. നമുക്ക് വീഡിയോസും കാര്യം ഇടാൻ കുറേ ഡിലേ വന്നു. കുറേ നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോ 4 മാസം മുന്നേ അങ്ങാണ്ടാണ് എനിക്ക് തോന്നിട്ട്. ഞാൻ ചാനലിലൊക്കെ നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് CPM ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളെ LC ഉണ്ടല്ലോ, ഇവിടെ നമ്മളെ LC ശരിക്കും നമ്മളെ മുന്നത്തെ LC അല്ല കേട്ടോ. ആ LC നമ്മൾ കൊടുത്തു. ആ LCക്ക് കൊടുത്തിട്ട് നമ്മൾ വേറെ പുതിയ ഫുള്ളി സ്റ്റോക്കായിട്ടുള്ള LC എടുത്തു. എന്നിട്ട് നമ്മൾ അലോയ് വീൽസൊക്കെ ഫുള്ള് മാറ്റി ഫ്രണ്ടിൽ ടൊയോട്ടോയുള്ള ബാഡ്ജിങ്ങൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുന്നേ LC നമ്മൾ മൊത്തം ഫുള്ളായിട്ട് കൊടുത്തു. കണ്ടോ, ടൊയോട്ടോ എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു LCക്ക് കുറച്ച് പ്രശ്നങ്ങളായി. നമുക്ക് ഫുള്ളി ഓയിൽ ലീക്കും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഓഫ് റോഡൊക്കെ കൊണ്ടുപോയി. കാരണം ഫുള്ളി അതിൻ്റെ ഓയിൽ ലീക്കിൻ്റെ ഓയിലിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് കുറേയൊക്കെ പൊളിഞ്ഞ ഓയിൽ ലീക്കായി. അത് മാറ്റി. ഭയങ്കര ഓയിൽ ലീക്കായിരുന്നു ഒരു വണ്ടിക്ക് മെയിനായിട്ട് പ്രശ്നത്തിൽ. പിന്നെ ആ ഒരു വണ്ടിക്ക് അതേ മൈലേജും ഇല്ല. ഈ LCക്ക് പിന്നെയെങ്കിലും മൈലേജ് കിട്ടും. ഇത് അങ്ങനെ ഓടിച്ചിട്ടില്ലേ ആള്. നമ്മൾ എടുത്ത വണ്ടിയാണ്, പുതിയതെന്ന് പറഞ്ഞാൽ പറ്റില്ല, കുറച്ച് ഓടിച്ചിട്ടുള്ളൂ ആള്. എന്നാലും വണ്ടിയെക്കാട്ടും കുറച്ച് നല്ലതാണ് ഈ ഒരു LC. അപ്പോൾ എന്തായാലും നമ്മൾ അത് കൊടുത്തിട്ട് അത് നമുക്ക് വലിയ പൈസ കാര്യങ്ങളും കിട്ടിയില്ല കേസ്. കാരണം അതിനത്രയും പൈസ കിട്ടില്ല. കാരണം ഫുള്ള് ഓയിൽ ലീക്കും അതേ മൈലേജൊന്നും കിട്ടാത്ത വണ്ടി കാരണമാണ്. അതായത് ഈ ഒരു വണ്ടി അടിപൊളിയാണ്. ഈ ഒരു പുതിയ LC നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാനുള്ള ഇങ്ങനെ തന്നെ കൊണ്ടുനടക്കാൻ പ്ലാന്. ബാക്കിൽ സ്പെയർ വീലും കാര്യങ്ങളൊക്കെ തന്നെ വെക്കും. സ്പെയർ വീൽ വെക്കണ ഒരു സ്റ്റാൻഡ്, അത് നമ്മൾ ഒരെണ്ണം വെക്കണം, എൻ്റെ ആഗ്രഹമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പം നമ്മൾ പോകാൻ പോകണം. നമ്മൾ ഈ ഒരു പുതിയ വണ്ടി എടുത്ത് പിന്നെ ഇതിൻ്റെ പേപ്പറും കാര്യം കുറച്ച് സെറ്റാക്കണം. അപ്പോൾ ഇതിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ട്. നമ്പർ പ്ലേറ്റ് നമുക്കൊന്ന് ശരിയാക്കാനുണ്ട്. ഈ ഒരു ഫാൻസി നമ്പറാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മുടെ റിയൽ ലൈഫിൽ ഉള്ളൊരു വണ്ടിയുണ്ട്. ആ ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റാണ് നമ്മളിതിന് കൊടുക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് പേപ്പർ വർക്ക്സും കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതിന് മുന്നേ ഈ ഒരു വണ്ടിയുടെ ബുക്കും പേപ്പറൊന്നും ഉണ്ടായില്ല. ഇത് ഫുള്ളി ഇപ്പോൾ പണിഞ്ഞെടുത്താണ്. പെയിൻറ്റും കാര്യങ്ങളൊന്നും പോയൊരു പഴയൊരു വണ്ടിയായിരുന്നു, അധികം ഓടിയിട്ടില്ല. അങ്ങനെ എടുത്ത് വെച്ച വണ്ടിയായിരുന്നു. പിന്നെ നമ്മളെടുത്ത് പണിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ള ബുക്കും പേപ്പറും അതുപോലെ ഒരു RC ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇതപ്പോൾ അതിൻ്റെ RC ബുക്കും കാര്യമൊക്കെ നമ്മൾ ശരിയാക്കിയിട്ട് നമുക്ക് നമ്മളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കാണിച്ചു കൊടുക്കണം. നമ്മളെ ശരിക്കും City 1 നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും അവിടുത്തെ പോലീസ് സ്റ്റേഷനിലാണ് നമുക്കത് കാണിക്കേണ്ടത്. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കാണിക്കേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ ആദ്യമേ കാണിച്ചു, എന്നാലും കാണിക്കണം. കാരണം ഇവിടെ വെച്ചെങ്ങാനും നമുക്ക് വല്ല പണി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു RC ബുക്കിൽ ഇവിടുത്തെ നിയമം അനുസരിച്ച് എന്താ പറയുക, പോലീസുകാരുടെ ഒരു സൈനും കാര്യങ്ങളുണ്ട്. ആ ഒരു സൈൻ വേണം. അതായത് ഇവിടുത്തെ ഒരു നിയമമാണ്, അത് നമ്മുടെ നാട്ടിലൊന്നും ഇല്ല. അപ്പോൾ ആ ഒരു സൈൻ നമ്മളെ CPM മൊത്തത്തിൽ വേണം. അതിനു വേണ്ടി നമ്മൾ ഇവിടെയും കാണിച്ച് സൈൻ എടുത്തിട്ട് ഇനിയിപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് സൈന് വാങ്ങണം. അതേപോലെ കുറച്ച് പരിപാടികളുണ്ട്. ഒരു RC ബുക്കിൻ്റെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിപ്പോൾ പെട്രോൾ അടിച്ചിട്ട് പോകാൻ കേസ്. പെട്രോൾ നമ്മൾ കഴിഞ്ഞ സമയം ചെറിയൊരു ട്രിപ്പ് പോയി, വൺ ഡേ ട്രിപ്പ്. അപ്പോൾ പെട്രോൾ മൊത്തം പകുതി ആയേക്കാണ്. നമ്മൾ ഫുള്ളടിച്ച് അത്യാവശ്യം ദൂരം പോയി. എന്നാലും നമ്മൾ പകുതി പെട്രോൾ ആയുള്ളൂ. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക, ദൂരമൊക്കെ പോകാൻ പറ്റിയ വണ്ടിക്ക് നല്ല അത്യാവശ്യം അതിനെക്കാട്ടും മൈലേജ് ഉണ്ട്. ഈ ഒരു വണ്ടിക്ക് ഭയങ്കര മൈലേജില്ല, എന്നാലും അതിനെക്കാട്ടും ഭേദമാണ് ഈ ഒരു വണ്ടി. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഇനി നേരെ നമ്മൾ സിറ്റിയോട്ടാണ് പോകണം. നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്, ഇനി പേടിക്കാനൊന്നുമില്ല. നേരെ നമുക്ക് വെച്ചുപിടി സിറ്റിക്ക്. ഓക്കെ, ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല പവറുള്ള വണ്ടിയാണ് കേട്ടോ. നേരെ നമുക്ക് വെച്ച് പിടിക്കണം. അടിപൊളി. ഓക്കെ, നമ്മളൊരു കാര്യം പറഞ്ഞു, ഇവിടെ നമ്മളെ പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ നടത്തിക്കൊണ്ടുപോകണം മോട്ടൽ. ഓക്കെ, നമ്മൾ കുറേ മോട്ടലൊക്കെ നടത്തിക്കൊണ്ടുണ്ടല്ലോ, ആ ഒരു സ്റ്റേ ആണ് സ്ഥലം. ഓക്കെ, ഇതാണ് നമ്മളെ മോട്ടൽ. ഇവിടുത്തെ കുറച്ച് ബില്ല് നമുക്ക് ക്ലിയർ ആക്കി വിടാനുണ്ട്. എന്ന് വെച്ചാൽ എന്താ പറയുക, ഇവിടുത്തെ സർവൻസിൻ്റെ ബില്ലും അതേപോലെ കറണ്ട് ബില്ല് എല്ലാ മാസത്തെയും കറണ്ട് ബില്ല് നമ്മൾ നോക്കും.
അതായത് എത്ര കാര്യം ഇവർ വന്നിട്ടുണ്ട് എല്ലാം കൂടി നോക്കിയിട്ടാണ് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്യുക. സർവൻസിനുള്ള അതൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഏകദേശം അങ്ങനെ അതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും വേറെ പരിപാടികളൊന്നും കാര്യമൊന്നുമില്ല. നമുക്ക് നേരെ നമ്മുടെ സിറ്റി 1 തന്നെ നേരെ വെച്ച് പിടിക്കണം. വണ്ടിക്ക് ഫുൾ ടാങ്ക് പെട്രോളൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമില്ല. നമുക്ക് അവിടം വരെ എത്താനുള്ള എന്തായാലും പെട്രോളുണ്ടാവും. അവിടം വരെ എത്താനുള്ള പെട്രോൾ എന്തായാലും ഉണ്ടാവും. അവിടെ എത്തിയിട്ട് നമുക്ക് അവിടെയും പോലീസ് സ്റ്റേഷനൊക്കെ പോവുക, നമ്മുടെ ആ ഒരു കഫേയിലൊക്കെ പോവുക, നമ്മുടെ ഹോട്ടലിലുണ്ടല്ലോ അവിടെയൊക്കെ പോയി ഒന്ന് കറങ്ങി അടിക്കാനുള്ള പെട്രോളൊക്കെ ഉണ്ടാവും. നമുക്ക് അവിടെ നിന്ന് തന്നെ അടിക്കാമല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഒരു മണിക്ക് അത്യാവശ്യം നല്ല പവർ തന്നെ ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ നമ്മുടെ സിറ്റി 1 നമുക്ക് വെച്ച് പിടിക്കേണ്ടത്. ഓക്കെ, എൻ്റെ മോനെ പോക്കണ്ട ഗൈസ്. ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ സിറ്റി 1 വെച്ച് പിടിക്കാം. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും നമ്മുടെ സിറ്റി 1 എത്തിയിട്ടുണ്ട്. അവിടേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. ഇവിടുത്തെ പെട്രോൾ പമ്പൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ് നമുക്ക് അടിക്കാം, സുഖമായിട്ട് പെട്രോളൊക്കെ അടിക്കാം. ഇവിടെ കുറേ പെട്രോൾ പമ്പ് ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ കഫേ, നമ്മുടെ ഹോട്ടലിൽ. നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ വന്നിട്ട് സിറ്റി 1 കുറേ നാളായി വന്നിട്ട്. ഒരു കുറച്ചാൾ നമ്മൾ സിറ്റി 1 തന്നെ ഉണ്ടാവും ഗൈസ്. ഓക്കെ, കുറേ നാളായിട്ട് നമ്മൾ വന്നിട്ട്. ഇതാണ് നമ്മളെ ഡോണറ്റ്സ്. ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോവാം ഗൈസ്. നമ്മളെ കുറേ നാൾ നമ്മൾ ഇവിടെ ഇതൊക്കെ നടത്തിക്കൊണ്ട് പോയിരുന്നതാണ്. ഓക്കെ, എൻ്റെ പെണ്ണല്ലേ. അപ്പം ഇപ്പോൾ ആൾക്കാർ നമ്മളെ കാറിൻ്റെ കാര്യം ശരിയാക്കാൻ വേണ്ടി ഇപ്പോൾ പോവാം. എന്തായാലും കുറച്ചാൾ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. ഓക്കെ, ഇത് നമ്മളെ പോലീസ് സ്റ്റേഷൻ എത്തി. ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ നല്ല വലിയ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അവിടുത്തെ നമ്മുടെ സിറ്റി 2 പോലെ അല്ല, അവിടുത്തെ ചെറിയൊരു പോലീസ് സ്റ്റേഷനാണ്. ഓക്കെ, ഇവിടെ നമ്മൾ കാർ നൈസായിട്ട് പാർക്ക് ചെയ്യാം. ഇത് പാർക്ക് ചെയ്യാൻ നമുക്ക് നൈസായിട്ട് ഉള്ളിലോട്ട് അങ്ങോട്ട് കയറട്ടോ. ഇത് നമ്മൾ ഉള്ളിലോട്ട് അങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ ആരെ കാണുന്നില്ല, ബാക്കി ഇവിടെ സൈഡിൽ ഡ്യൂട്ടിക്ക് അങ്ങനെ പോയാൽ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു അടുത്തോടെ നമുക്ക് ചോദിച്ചു നോക്കാം. മേഡം ഇവിടെ ഈ പേപ്പർ വർക്ക് ചെയ്യണ ആൾക്കാ. ഓ ഗൈസ്, അപ്പം ഈ ഒരു സാറിൻ്റെ അടുത്താണ് മേഡത്തിന് മര്യാദ പറഞ്ഞപ്പോൾ. ഓക്കെ, പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ നമ്മൾ തീർത്ത് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറെ പരിപാടികളൊന്നും കാര്യമൊന്നുമില്ല. നമുക്ക് ഇനി നേരെ നമ്മളിപ്പോഴാണ് കാലത്ത് നമ്മളെ കുറച്ച് സാധനങ്ങൾ നമ്മളെ സിറ്റി 2 നമ്മളെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ നമുക്ക് പോകണം. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി കയറി നൈസായിട്ട് അവിടം വരെ ഒന്ന് പോവാം. അവിടെ കുറച്ച് നമ്മുടെ ഡ്രസ്സും അതേപോലെ നമുക്ക് കുറച്ച് ക്യാഷും കാരണം നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മളൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്യാഷും കാര്യം നമ്മൾ അവിടെയാണ് വെച്ചേക്കണം. മെയിൻ ക്യാഷ് അവിടെ വെച്ചേക്കണം. ബാക്കി ക്യാഷ് നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് ഒപ്പിക്കുക. നമ്മുടെ ഹോട്ടലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഗാരേജ് അവിടെ നിന്നാണ് എടുക്കുക. അപ്പോൾ അതിൻ്റെ മെയിൻ ക്യാഷ് അവിടെയാണ്, അത് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും നമുക്ക് അത് പോയി എടുക്കണം. അപ്പോൾ തൽക്കാലം ഇപ്പോൾ അത് പോയി എടുത്തിട്ട് നമുക്ക് തിരിച്ച് നാളെ അങ്ങോട്ട് നമ്മൾ വരും. എന്നാൽ നമുക്കിനിപ്പോൾ നേരെ നമ്മുടെ സിറ്റിയിലോട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ നേരെ നമ്മുടെ സിറ്റിയിലോട്ട് വെച്ച് പിടിക്കട്ടോ. ഈ വണ്ടി പെട്ടെന്ന് എത്തും കേസ്. വണ്ടി പെട്ടെന്ന് എത്തും കേസ്. ഓക്കെ, നേരെ പോലീസുകാരൊക്കെ ഉണ്ട്. എന്താ പരിപാടി നമ്മളാണ് കേട്ടോ പോലീസ് വിളിച്ചത്. എന്താ സംഭവം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, വണ്ടി ശരിക്കാക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, നോക്കട്ടെ എന്താ പരിപാടി നോക്കട്ടെ. പോയി ഇവിടെ നിൽക്കണം. നേരത്തെ ചോദിച്ചൊക്കെ എന്താ സംഭവം, എന്താണ് പ്രശ്നം. നിങ്ങൾ ഈ വണ്ടി നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ലാണ്ട് കൊണ്ടുനടക്കണമല്ലോ, അത് പ്രശ്നമാണ്. അപ്പോൾ ഈ സാറിനെ ഒന്ന് പെറ്റി അടിച്ചോട്ടോ. ഞാടിൻ്റെ നമ്പർ പ്ലേറ്റൊക്കെ വരുന്നുള്ളൂ. ഇത് സിറ്റി 2 ഞാൻ കൊണ്ടുവന്നതാണ് പേപ്പർ വർക്കൊക്കെ ക്ലിയർ ചെയ്യാൻ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എന്തായാലും സാറിനെ പെറ്റി അടിച്ച് എന്തായാലും വിട്ടോ. ഓക്കെ, പെറ്റി അടിക്കാൻ കേസ് കുറച്ച് പാടുണ്ട്. നമ്മളെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളും ഇല്ലാത്തതിനും വണ്ടി പെറ്റി അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സാറല്ല പെറ്റി അടിക്കാം. നമുക്ക് എന്തായാലും ഈ ഒരു സാറിൻ്റെ നിന്ന് പോയിട്ട് പെറ്റി അടിക്കാനാണ് നമ്മളോട് ഈ ഒരു മാഡം പറഞ്ഞുകൊണ്ടിരിക്കണത്. ഓക്കെ, നമുക്ക് നൈസായിട്ട് നമ്മൾ സാറിൻ്റെ അടുത്തൊക്കെ പോയിട്ട് പെറ്റി ഇങ്ങനെ നോക്കാം. സാർ എത്രയാണ് പേയ്മെൻറ്റ് പെറ്റി അടിക്കേണ്ടത്? അതെന്തായാലും 1000 രൂപ പെറ്റി അടിച്ചു. പക്ഷേ ഈ വണ്ടി കൊണ്ട് എടുക്കാൻ പറ്റൂല, വണ്ടി ഇവിടെ തന്നെ ഇടേണ്ടി വരും. വണ്ടി വിടണോ സാറ്? എന്താ പറയുക, അങ്ങനെ വണ്ടി എനിക്ക് വേണം, ഞാൻ പിന്നെ എങ്ങനെ പോകും? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്, അത് ഓടിക്കാൻ പറ്റില്ല.
വണ്ടി എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല. പണിപ്പാളി ഉണ്ട്. എന്തായാലും നമുക്ക് ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.